ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മെൽബൺ സിറ്റിയിലുള്ള ബെർഗ് എന്ന ഒരു ടൗണിലാണ്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് ബെർഗ്. ഇവിടുത്തെ വിശാലമായ റോഡുകളും മനോഹരമായ പച്ചപ്പുകളും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആ കാഴ്ചകളിലേക്ക്. നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുട്പാത്തുകളുണ്ട്. പെഡസ്ട്രിയന് നടക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഫുട്പാത്തുകളാണ് അവ. വളരെ സ്ട്രെയിറ്റ് ആയിട്ടും വളരെ വൃത്തിയുള്ളതും വളരെ മനോഹരമായ ഫുട്പാത്തുകളാണ് ഇവിടെ കാണുക. മിക്ക റോഡുകളിലും സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേക പാത്തുകളുണ്ട്. ഇവിടെയുള്ള മിക്ക റോഡുകളും വളരെ സ്ട്രെയിറ്റാണ്. അതുപോലെ തന്നെ ധാരാളം വീതിയുണ്ട്. കയറ്റമോ ഇറക്കമോ അധികമില്ല. യാത്രക്കാർക്ക് വളരെ അധികം സുഖപ്രദമായ റോഡുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം മൈതാനങ്ങൾ ഇവിടെ കാണാം. ഹരിതാഭമായ മൈതാനങ്ങളാണ് അവയിലേറെ. വളരെ സുന്ദരമായ മനോഹരമായ വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വൃക്ഷലതാദികൾ ഇവിടെ കാണാൻ സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളുടെ മുമ്പിൽ ധാരാളം പൂച്ചെടികൾ കാണാൻ സാധിക്കും. എല്ലാ വീടിൻ്റെ മുറ്റത്തും ഒരു ചെറിയ ഗാർഡനെങ്കിലും കാണും. ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലുകൾ എല്ലാ വീടിൻ്റെയും മുമ്പിൽ ഗാർഡൻ വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളുടെ മുമ്പിലും ഇവിടെ വർണ്ണാഭമായ പൂന്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഒരു പ്രൈമറി സ്കൂളാണ്. കൊച്ചുകുട്ടികൾക്കുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ എവിടെയും പച്ചപ്പുകളും അതുപോലെ തന്നെ മനോഹരമായ വൃക്ഷങ്ങളും ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു പ്ലാന്റ് സിറ്റിയാണ്. അതുകൊണ്ട് എല്ലാം അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവിടെ എല്ലാം കാണപ്പെടുക. ബിൽഡിങ്ങുകളായാലും പാർക്കുകളായാലും പൂന്തോട്ടങ്ങളായാലും അതാത് രീതിയിൽ അതിൻ്റെ ഏറ്റവും ഭംഗിയായിരുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിലും ചിൽഡ്രൻസ് പാർക്കുകൾ നിർബന്ധമാണ്. ഓരോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണ്. ഓരോ ഡെവലപ്പർമാരാണ് ഓരോ എസ്റ്റേറ്റുകളും ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ ആവശ്യം വേണ്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്. എല്ലാ എസ്റ്റേറ്റുകളിലും തന്നെ ഈ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടുകൾ നമുക്ക് കാണാം. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇന്നത്തെ കാലാവസ്ഥ വളരെ ഹൃദയകാരിയായ ഒന്നാണ്. മഴക്കാറുകളില്ല, ചാറ്റൽ മഴകളില്ല, തണുപ്പ് വളരെ അധികം ഇന്ന് കുറവുണ്ട്. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയിലാണ് എൻ്റെ നടത്തം. മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹൗസ് കൺസ്ട്രക്ഷനുകളാണ്. ഹോം കൺസ്ട്രക്ഷനും അപ്പാർട്ട്മെൻറ്റ്സുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തൊഴിലിടം എന്ന് പറയാം. ധാരാളം
ജോലിക്കാരാണ് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. അവരുടെ വാഹനങ്ങൾ ധാരാളമായിട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ തലങ്ങും വിലങ്ങും പോകുന്നത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഏതാണ്ട് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഘട്ടമാണ്. ഓസ്ട്രേലിയയിൽ സാധാരണഗതിയിൽ വൈകുന്നേരം 5:30 സൂര്യൻ അസ്തമിക്കുകയും രാവിലെ ഒരു 7 മണിയോടുകൂടി സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. വിൻ്റർ സീസണിൽ അസ്തമയം ഏകദേശം 5 മണിയോടും ഉദയം രാവിലെ 7 മണിക്കുമാണ് നടക്കുക. ഇനി സമ്മർ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ടാവും. രാത്രി 9 മണി വരെ ചിലപ്പോൾ സൂര്യൻ ചക്രവാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അസ്തമയം വളരെ ലേറ്റായിട്ടാണ് നടക്കുക. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്, തണുപ്പ് കാലമാണ്. തണുപ്പ് -2 വരെ ഈയിടെ വന്നു. ഇനി ഉള്ള 2 മാസങ്ങളിൽ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ വളരെയധികം തണുപ്പാണ് അനുഭവപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.